നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങള് രണ്ടുപേരും ഓഫീസിൽ നിന്ന് മാറിയിട്ടേ ഇല്ല. അല്ലടാ, വെരി ഗുഡ്. അപ്പൊ ഞാൻ കുറച്ചു ദിവസം മാറി നിന്നാ പോലും ഓഫീസ് കാര്യങ്ങൾക്കൊന്നും താളം തെറ്റി. അച്ഛാ, ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, അവരെ ചുറ്റിയ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതല്ലാന്ന് സൗകര്യം കിട്ടപ്പെടുമെന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അതെ, നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്ന് ഓഫീസിൽ നിന്ന് ഓഡിറ്റർ വിളിച്ചിരുന്നു. ഇത്തവണ മുതൽ വീട്ടു ജോലിക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം വരെ ഓഡിറ്റിംഗിൽ കാണിക്കണമെന്ന് പറഞ്ഞു. ഈ ഓഡിറ്റിംഗിൽ ദിവസേന ഭേദഗതിയാണല്ലോ. എന്ത് ചെയ്യാനാ? അയാള് പറഞ്ഞ അനുസരിച്ച് എനിക്ക് ഇവിടുത്തെ ജോലിക്കാരുടെ എഗ്രിമെന്റ് വാങ്ങേണ്ടി വന്നു. രാജുവിന് പകരം മണിയെ ഒപ്പിട്ട. പിന്നെ ഇവളുടെ എഗ്രിമെന്റും ഒപ്പിടിപ്പിച്ചു. നന്ദിനിക്ക് എന്ത് എഗ്രിമെന്റ്? ശമ്പളം വാങ്ങുന്നവർക്കൊക്കെ എഗ്രിമെന്റ് വേണ്ടേ? പത്മ, രാജുവിന് പകരം മണിയുടെ സിഗ്നേച്ചർ വാങ്ങിയത് ഓക്കെ. പക്ഷേ ആ കൂട്ടത്തിൽ നന്ദിനി എങ്ങനെ ഉൾപ്പെടുന്നത്? നന്ദിനി ഇവിടുത്തെ മരുമകളല്ലേ? അത് നിങ്ങൾക്ക്. എനിക്കിവള് എന്നും ഇവിടുത്തെ വേലക്കാരിയാ. അച്ഛാ, ഒന്ന് എഴുന്നേറ്റ് പോകാൻ പറയുന്നുണ്ടോ? ഡാടാ, നീ എന്തിനാടാ ദേഷ്യപ്പെടുന്നത്? ഇവള് വേലക്കാരിയല്ലെന്ന് ഇവള് പറഞ്ഞോ? വേലക്കാരിക്ക് ശമ്പളം വേണമെന്നും പറഞ്ഞ് കൃത്യമായിട്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ. അതിന് ഇതുവരെ മുടക്കം വന്നിട്ടില്ലെന്നാ ഞാൻ അറിഞ്ഞത്. അപ്പോ ഇവളുടെ നിന്ന് എഗ്രിമെന്റ് വാങ്ങിയ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. നന്ദിനി അങ്ങനെ ഒരു കാര്യത്തിൽ പരിഗണിക്കണമെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും ഒപ്പിട്ട് വാങ്ങണമെങ്കിൽ എന്റെ അനുവാദം വേണം. അത് വേണമെന്ന് എനിക്ക് തോന്നിയില്ല. അതെ, എന്റെ ഭാര്യയുടെ കാര്യം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ വീട്ടിലെ വേലക്കാരി ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യിച്ചത്. അച്ഛാ, ഇത് കരുതി കൂട്ടി ചെയ്യിച്ചതാ. നോക്ക, എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചത് ഓഡിറ്റിംഗിൽ ചെല്ലുന്നുണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് നോക്കുന്നു. അല്ലെങ്കിൽ ഈ ചെയ്യിച്ചത് എന്നോട് കണക്ക് പറയേണ്ടി വരും. നന്ദിനി, വാ. വരാനല്ലേ പറഞ്ഞത്? പത്മ, താൻ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. എല്ലാ വിഷയങ്ങൾക്കും അവൻ പ്രശ്നം ഉണ്ടാക്കുമ്പോ ഞാൻ മിണ്ടാതിരിക്കണം അല്ലേ? അതൊന്നും മാറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾക്ക്. ആദ്യം മോനോടൊന്ന് അടങ്ങാൻ പറ. കുടുംബകാര്യങ്ങളും കമ്പനി കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അച്ഛനും മോനും കൂടെ ഗൂഢാലോചനയൊക്കെ അയക്കോ, പക്ഷേ പത്മയെ തിരുത്താൻ വരണ്ട. നന്ദിനി, താൻ എന്തിനാ ഒപ്പിട്ടത്? പോകുമ്പോ ഞാൻ പറഞ്ഞിരുന്നല്ലേ, ഇവിടെ ആരെങ്കിലും പ്രത്യേകിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കണമെന്ന്. എന്തിന്? അമ്മയെ കാണാൻ വന്നാൽ പോലും അത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ടും ഒരു അഡ്വക്കേറ്റും അവരുടെ സ്റ്റാഫ് കൂടെ വന്നു.
അവര് നീട്ടി ഏതൊക്കെയോ കടലാസുകളിൽ താൻ ഒപ്പിട്ട് കൊടുത്തു. സർ, മിണ്ടരുത്. ഓഫീസിലെ തിരക്കുകളിൽ ഇരിക്കുമ്പോഴും അതിനിടയിൽ ഞാൻ തന്നെ വിളിച്ചു ചോദിച്ചു. അപ്പോഴും ഇല്ലെന്നല്ലേ താൻ എന്നോട് പറഞ്ഞത്? എടോ, അത്രയ്ക്കൊക്കെ ഞാൻ ചെയ്യുമ്പോഴും ഒരു മിനിമം കോമൺ സെൻസെങ്കിലും ഉപയോഗിക്കാറുണ്ടല്ലോ തനിക്ക്. അത് എന്നോട് നിർബന്ധമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ... എന്ത് നിർബന്ധം? ഇതിനേക്കാൾ നിർബന്ധ ബുദ്ധിയോടെ അളിയൻ വന്ന് കമ്പനിയിലെ പേപ്പറുകളിൽ ഒപ്പിടാൻ പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചിട്ടല്ലാതെ ഒപ്പിടാൻ പറ്റില്ലെന്ന് താൻ പറഞ്ഞില്ലേ? ദേ, അതെന്താ ഇപ്പൊ പറയായിരുന്നേ? അന്ന് എന്നോട് പറഞ്ഞത് വിജയ് സാറല്ലേ, പക്ഷെ ഇപ്പൊ പറഞ്ഞത് പത്മ മേഡവാ. ഓ അതെനിക്ക് ധിക്കരിക്കാൻ പറ്റില്ല സർ. ഓ പ്ലീസ്. പത്മ മേഡം, ഈ പത്മ മേഡം തന്നെ ആകാശത്തോളം എടുത്ത് ഉയർത്തുമെന്ന് കരുതിയോ? ദേ, അവസരം കിട്ടിക്കഴിഞ്ഞാലേ ചവിട്ടി താഴ്ത്താൻ നിൽക്കുന്നവരാ. അവരുടെ മുമ്പിൽ നിന്നും തന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കിടന്ന് പാടുപെടുന്നത്. ഈ രജിസ്റ്റർ നടത്തുന്നതും തന്നെ എന്നോടൊപ്പം ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതൊക്കെ എതിർത്ത് തോൽപ്പിക്കുന്നവർക്കുള്ള മറുപടിയായിട്ടാ. ഒറ്റ നിമിഷം കൊണ്ട് അത് തകർത്ത് കളഞ്ഞുള്ള താൻ. നന്ദിനി, ഒരു കാര്യം ഞാൻ പറയട്ടെ. താൻ എന്തിനാ ഈ ഇന്നസെൻസ് കാണിക്കുന്നത്? വിനയവും ബഹുമാനവും ഒക്കെ കാണിക്കണം. അത് അർഹിക്കുന്നവരുടെ മുന്നിൽ മാത്രം. അല്ലാത്തവരുടെ മുന്നിൽ കാണിച്ചാലേ അതിനൊരു മണൽത്തരിയുടെ വില പോലും കിട്ടില്ല. അതുകൂടി തിരിച്ചറിയാതെ പോയല്ലോ താൻ. എനിക്ക് എന്റെ വാക്കുകൾക്ക് എന്ത് വിലയാ താൻ കൽപ്പിച്ചിട്ടുള്ളത്? എങ്ങനെയാ നന്ദിനി തന്നെ വിശ്വസിച്ച് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് ചെയ്യുന്നത്? എന്നെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. തന്നെ രക്ഷിച്ചു കളയാം, തന്നെ നന്നാക്കി കളയാന്ന് വിചാരിച്ച എന്നെ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. നന്ദിനി, ഒപ്പിടുന്നതിന് മുമ്പ് അതിൽ എഴുതിയിരുന്നതൊക്കെ വായിച്ചു നോക്കിയോ? ദേ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എത്ര കടലാസുകളിൽ താ ഒപ്പിട്ടു? എത്ര ഒപ്പിട്ടു? അത് 6 ഒപ്പിട്ടു സർ. ഓ ഗോഡ്. ഇത്രയും പേപ്പറുകൾ ഒപ്പിടുമ്പോ അല്പം പോലും സംശയം തോന്നിയില്ല തനിക്ക്? ഓക്കെ 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 ഓക്കെ. ആ പേപ്പറുകളിൽ എന്താ എഴുതിയിരുന്നത്? അത് എനിക്കറിയില്ല സർ. നന്ദിനി, എന്തെങ്കിലും ആ കൂട്ടത്തില് എന്തെങ്കിലും ഒരു കാര്യം താൻ ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല സർ, അത് മുഴുവൻ ഇംഗ്ലീഷിലായിരുന്നു. നന്ദിനി, ഞാൻ ചോദിക്കുന്ന ചോദ്യം, അത് എങ്ങനെയുള്ള പേപ്പർ ആയിരുന്നു? പ്രത്യേകിച്ച് അതിന്റെ നിറമോ ടൈപ്പ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ലെറ്റേഴ്സോ എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക്?